പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ കേരള പൊളിറ്റിക്സ് ആണെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും വലിയ ക്രൂഷ്യൽ ടൈമിലേക്കാണ് വരുന്നത്. കാരണം ഇലക്ഷൻ വരികയാണ്. അതെ അതെ. ഇലക്ഷനെ കുറിച്ച് നോക്കിയിരുന്നു എന്തൊക്കെയായാലും. നമ്മുടെ അസംബ്ലി ഇലക്ഷൻ ആണോ? അസംബ്ലി ഇലക്ഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. കാരണം നമുക്ക് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ LDF വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീണ്ടും. അതെ അതെ. എന്താണ് കാരണം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളായാലും അല്ലെങ്കിൽ ആരോപണങ്ങളായാലും ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും LDF തന്നെ വീണ്ടും വരാൻ എന്ന് പറയാൻ അല്ല, വിവാദങ്ങൾ ആരോപണങ്ങൾ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് പിന്നെ സർക്കാരിനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിസ്ഥാന വികസനം അതിഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലകളും. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞാലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ റോഡ് വികസനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനങ്ങൾ, അടിസ്ഥാന വികസനം ഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു തുടർച്ച വേണമെന്നാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കും. പിന്നെ പെൻഷൻ പദ്ധതികൾ, മറ്റു കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഒരു അതായത് ഇലക്ഷൻ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരല്ല. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനം എടുക്കുന്ന ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇടതും വലതും അല്ലാത്ത ആൾക്കാരുണ്ട്, അവരെങ്ങോട്ട് വേണമെങ്കിൽ ചാടാം. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പഠനം തുടരണമെന്നല്ലേ ആഗ്രഹിക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷ.